السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മദർ റിയാദു സാലിഹീൻ ക്ലാസ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, അങ്ക് നല്ലതാക്കുക എന്ന വിഷയത്തിലുള്ള ക്ലാസ് ആയിരിക്കുന്നത്. ആ ഭാഗമായിട്ടുള്ള റിയാദു സാലിഹീൻ എന്ന് വിവരിച്ചു പറഞ്ഞു. ഒരേ ക്ലാസ് അതെല്ലാം വിശദീകരിച്ചിട്ട് ചാനലിൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇന്നിപ്പോ 322 ഹദീസ് എന്തായിരിക്കും ഈ ഹദീസിൽ ചൊല്ലാൻ? കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് എങ്ങനെയായിരിക്കും? സമസമാക്കിടവനല്ല കുടുംബബന്ധം ചേർക്കണേ ചൊല്ലുക. സമസമാക്കിടുന്നെങ്കിൽ ನಾನು ಅವನಾಗೋದು ಬಂದಕ್ಕೆ ನಾನು ಹೋಗೋದು ನನ್ನ ഇതാക്കിയിട്ട് ನಾನು റിട്ടേൺ അതേപോലെ അതൊക്കെ സമസമാക്കരുത്. അവനങ്ങനെ ആക്കില്ല, ഞാൻ അങ്ങനെ. ഇതല്ല കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക നിങ്ങൾ ആറ് കുടുംബബന്ധം ഒരിക്കണം അവിടേക്ക് പോയിട്ട് ചേർക്കുക. ഞങ്ങളിട്ട് പറക്കറിയില്ല, അവിടെ പോയിട്ട് ഞാൻ പറക്കറില്ല, ഞങ്ങളൊത്തും പണ്ടല്ല അവിടെ ഒത്തും പോയിട്ട് ഞങ്ങൾ അങ്ങനെ ഒത്തും പോട്ടെ. അങ്ങനെ ആയിട്ട് അങ്ങനെ ചേർക്കുന്നതായിട്ട് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പായിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് നോക്കാം. വഅൻഹു അബൂ ഹുറൈറ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അത് മുകാഫി കൊണ്ടല്ല. മുകാഫി എന്നെങ്കിൽ സമസമാത്രവണോ അവനാക്കിയേക്ക് സമ അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ അവൻ വന്നല്ല. അപ്പൊ നാം അതേപോലെ അല്ല, ഇത് ചെയ്യാനാണല്ല, ഇത് വേണം. അല്ല, ഇത് പ്രത്യേക ചേർത്തേണ്ട ഒന്നല്ല, അത് വേണ്ട ചൊല്ലാൻ. അത് വേണി വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖതഅതു റഹിമുഹു വസല. അപ്പൊ ആറ് കുടുംബബന്ധം ചേർക്കണമെന്ന് വെച്ചെങ്കിൽ അവന്റെ കുടുംബത്തെ അവിടെ കുടുംബബന്ധം മുറിഞ്ഞത് അതിൽ പോയി ചേർത്ത ഓനായിട്ട് റഹീമു എന്നുള്ളതിനെ ഫൈനായിട്ട് മറുപുക. റഹീമു കുടുംബബന്ധം മുറിച്ചത് അതിൽ ഒന്ന് ചേർത്ത അങ്ങ് ബന്ധമില്ല പോയിട്ട് ആ ബന്ധത്തിൽ പുനഃസ്ഥാപനയ്ക്കുക, ബന്ധത്തിൽ രണ്ടാമത് റീഓപ്പൺ ആക്കിയ അതാ ചേർക്കരുത്. ഇപ്പൊ സാധാരണ പോയോണ്ടിരിക്കുക അതൊക്കെ കുടുംബബന്ധം ചേർക്കത്തന്നെ അതല്ലാണ്ടല്ല ചൊല്ലുക. പക്ഷെ ഞങ്ങൾക്ക് കൊത്ത പിണങ്ങിയിട്ട് ഇന്ന് അറസത്തിൽ ഞാൻ പോയിട്ട് പുറത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് വന്നിട്ട് ഞാൻ പോയിട്ട് അത് റീഓപ്പൺ ആക്കിയ ഇതായിട്ട് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ഇനി 323 ആയിഷ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. ഈ റഹീം ചൊല്ലുന്നത് അതായത് ഈ കുടുംബബന്ധം എന്നുള്ളതിൽ അർശിനെ കൊണ്ട് അത് തൂക്കിയിടപ്പെട്ടതായിട്ടാണ്. അത് അർശുമായി ബന്ധിച്ചൊന്നായിട്ട് തപ്പോൾ അത് ചൊന്നോണ്ടിക്ക് മൻ വസലനി വസലഹുല്ലാഹ്. നന്റെ ആറ് ചേർത്തണം അവിടെ അള്ളാഹു ചേർക്കണം. ഒമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. നന്റെ ആറ് മുറിച്ചോ അള്ളാഹു അവിടെ മുറിക്കണം. മുത്തഫഖുൻ. ഇപ്പൊ ഈ റഹീം ചൊല്ലുന്നത് ചില വസ്തുക്കൾ നമുക്ക് കാണുകയില്ലെങ്കിൽ ആ വസ്തുക്ക് ഉദാഹരണത്തിന് ഞങ്ങൾ ഇപ്പോൾ പിന്നെ ഞങ്ങളെ സിമ്മത്തിനെ റീചാർജ് ഇത്ര GB ഇത്ര MB. പക്ഷെ ഈ GB MB ഇവിടെ ഇത് കാണില്ല. ഇതെല്ലാം ഇപ്പോൾ എന്തായിട്ട് ഈ നെറ്റിലുള്ള സ്വറാറുണ്ട്, ഒരപ്പുറക്കടത്ത് ഇപ്പുറക്കടത്ത് അതെല്ലാം പറയുമ്പോൾ പോണ്ട് പണ്ട്. പക്ഷെ അത് ഞങ്ങളെ കണ്ണ് കാണില്ല. അപ്പൊ ഞങ്ങളെ കണ്ണിൽ കാണാത്തത് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അല്ല. അപ്പൊ ഞങ്ങൾ എത്രയോ ദൂരത്തുള്ള ആൾക്കാർ വീഡിയോ കോളായിട്ട് പലർക്കും. പക്ഷെ അവിടെയുള്ള ഒരു സമ്പർക്കം ഏതായാലും ഒരു കണക്ട് അവിടെ നിൽക്കരുത്. പക്ഷെ ഈ കണക്ട് ഞങ്ങളെ കണ്ണുകൊന്നും കാണില്ല. അപ്പൊ എത്രയോ ദൂരത്തുള്ള ആളെ വീഡിയോ കാലുള്ള പലർക്കാരെ അതിന് ഇടയിലുള്ള ഞങ്ങൾ ഇന്നത്തെ ആ മനസ്സിലുള്ള ദൂരത്തുള്ള ഇടയിലുള്ള ജാഗ്രത നമുക്ക് കാണില്ല. അപ്പൊ ഒരു ബന്ധം അവിടെ ഉണ്ട്, ആ നെറ്റ് കിട്ടുമല്ലോ. അപ്പൊ അത് ഞങ്ങളെ കണ്ണിൽ കാണാത്ത പല വസ്തു ഉണ്ട് എന്ന്. അപ്പൊ ഈ കുടുംബ ബന്ധം എന്നുള്ളതില് അതെന്താക്കില്ല
അതിൽ അള്ളാഹു ഒരു വസ്തുവായി പടച്ച് അത് അർശുമായി ബന്ധിച്ചിട്ടുണ്ട്. അത് ചൊന്നോണ്ടിക്കല് നന്റെ ആറ് ചേർക്കണോ അവന്റെ അള്ളാഹും ചേർക്കുക, നന്റെ ആറ് മുറിച്ചണോ അവന്റെ അള്ളാഹും മുറിക്കുക എന്നുള്ളത്. അപ്പൊ അള്ള ചേർക്കലെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തുന്നില്ല. അള്ളാഹ് മരിക്കലെങ്കിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അള്ളാഹ് ചേർക്കലെങ്കിൽ സ്വർഗത്ത് പോകാൻ അതേ മതിയാവില്ല. അപ്പൊ ഈ കുടുംബ ബന്ധം എന്നുള്ള ഒരു വസ്തു ഉണ്ട്. ആ വസ്തുവിനെ അതിനെ ഒരു പ്രൊജക്ട് ഉണ്ടത്, അതെന്തായിട്ടുണ്ട്, അർശുമായി ബന്ധിച്ചിട്ടുണ്ട്. അത് ചൊന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആറ് ചേർക്കണോ അള്ളാഹുവിന്റെ ചേർക്കുക, എൻ്റെ ആറ് മുറിച്ചണോ അള്ളാഹുവിന്റെ മുറിക്കുക എന്നുള്ളത്. അപ്പോ വലിയ മഹത്വമുള്ള ഒന്നായിരിക്കല്, പ്രതിഫലമുള്ള ഒന്നായിരിക്കല്. പ്രതിഫലം ഉള്ളത് അത്രല്ല, മുറിച്ചെങ്കിൽ ദോഷമുള്ള ഒന്നും കൂടിയായിരിക്കല് ഈ കുടുംബ ബന്ധം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്, അടുത്ത ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാത്തുകൊടുക്കാം, മറ്റെല്ലാം എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.